ചേച്ചിയുടെ രൂപമുള്ള യക്ഷി ഇനി ചേച്ചി തന്നെയാണോ അത്? നോക്കിക്കേ. ഇന്ന് അവൾക്ക് എന്താ എക്സാം ഉണ്ട് തോന്നണമ്മ, അതാണ് അവൾക്ക് വയറുവേദന. സത്യാണ്, എനിക്ക് വായന ശരിക്കും വേനിക്കുന്നുണ്ട്. അമ്മ ടാറ്റ. ടാറ്റാ. വെള്ളം എടുത്തില്ലേ? ആ സമയം കളയണ്ട, നമുക്ക് യക്ഷിനെ പിടിക്കാനുള്ള പരിപാടി നോക്കാം. ആ ശരിയാ. ദിയമോളെ വയറുവേനയിൽ ചേച്ചിക്ക് എന്തോ ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒറിജിനൽ വയറുവേദനല്ലേ? എവിടുന്ന്? ഇത് കള്ള വയറുവേദനയാ. കള്ള വയറുവേദന? അതെന്തിന്? നിനക്കറിയാത്ത കൊറേ കാര്യങ്ങളുണ്ട് നിക്ക്. എന്തോ സംഭവം? ആരെങ്കിലും ഒന്ന് തെളിച്ചു പറ. ഇന്ന് മുതൽ പരീക്ഷ തീരുന്നത് വരെ ഇവിടെ നെറ്റ് കട്ട്. അത് ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അല്ല, എന്നിട്ടിത് അമ്മയ്ക്കറിയില്ലായിരുന്നു ഇതുവരെ? ഇന്നലെ രാത്രി ഇവള് പറയുന്നത് വരെ എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഗെയിമുകളിലും പ്രേതവും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. കാരണം ആ പ്രേതം ഒളിച്ചിരിക്കുന്നത് ആ മൊബൈലിനകത്തെ ഡാർക്ക് വേൾഡിലാണ്. എന്തൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദിയമോൾ ഇനി പറയുന്നത് കൂടി കേട്ടാ ചിലപ്പോ നിനക്ക് മനസ്സിലാവും. അതെന്താ? ദിയമോള് പറ. ഇന്നലെ നിങ്ങളെ കണ്ട യക്ഷി പാദസര ഇട്ടു എന്ന് പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. രാത്രി വൈഫൈ കിട്ടാത്ത വിഷമത്തിലാണ് ചേച്ചി ഉറങ്ങാൻ കിടന്നത്. വൈഫൈ വന്നോ ചേച്ചി? ഓ, ഇന്നിനി കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാ ഉറങ്ങാൻ നോക്ക്. നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ. അപ്പോഴാ ഒരു പാദസരം വിഴുങ്ങണ സൗണ്ട് കേട്ടത്. അപ്പൊ ദേവി ചേച്ചിയുടെ ദേഹത്ത് മൊബൈൽ പ്രേതം കയറിയതാണോ? ആണെന്നോ അല്ലെന്നോ എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ആയിരിക്കല്ലേ എന്നാണ് എന്റെ ഇപ്പത്തെ പ്രാർത്ഥന. ആണെങ്കിൽ എന്ത് ചെയ്യും? ചേച്ചിയുടെ ദേഹത്തുനിന്ന് ഇനം എങ്ങനെ ഇറക്കും? അതിനാദ്യം ദേവുവിന് എന്താ സംഭവിച്ചതെന്ന് അറിയണം. അതിനെനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സഹായം വേണം. ദേവ് സ്കൂള് വിട്ട് വരുന്നത് മുതൽ നിക്കിയും ദിയയും അവളെ ഫോളോ ചെയ്ത് വാച്ച് ചെയ്യണം. ഓക്കെ, അത് ഞങ്ങൾ ഏറ്റു. വരട്ടെ, സ്കൂളിൽ വരട്ടെ. ചേച്ചി വന്നോ? ഞാനൊന്നൊക്കെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു. അല്ലാതെ ഞങ്ങള് ചേച്ചീനെ വാച്ച് ചെയ്യാൻ വേണ്ടി വന്നോന്നല്ല കേട്ടോ. ഓഹോ, അപ്പൊ വയറുവേദനയൊക്കെ പോയി കാണും അല്ലേ? അതൊരു 10 മണിയായപ്പോഴേ പോയി. പോകുമല്ലോ, അതെനിക്കറിയായിരുന്നു. ചേച്ചി വന്നു. ചേച്ചി ബാഗും മേശമ്മ വെച്ചിട്ട് ബാത്റൂമിൽ കയറി. അതിനിപ്പോ എന്താ? അതൊക്കെ സ്ഥിരം ചെയ്യുന്നതല്ലേ? അല്ല, അമ്മ എല്ലാം നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? നോട്ട് ചെയ്തോ? പക്ഷെ എന്തെങ്കിലും അസാധാരണമായിട്ട് കണ്ടാൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഈ മൊബൈൽ നോക്കുന്നതോ പാദസരം എടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, മനസ്സിലായി. ഇവരിത് കൊളാക്കുവോ? ഉറക്കം വരുന്നു. എന്നാ കിടന്നോ, ഞാനും പോവാ.
നീ പോണില്ലേ? ഞാൻ ഉറങ്ങാൻ പോവാ. ഞാൻ എന്നാ മടിയാ, അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതൊന്നും ശരിയാവൂല, നീ അപ്പുറത്ത് കിടന്നാ മതി. അതെന്താ ശരിയാവാത്തെ? അവൾ ഇവിടെ തന്നെ അല്ലായിരുന്നോ കിടന്നുകൊണ്ടിരുന്നത്? ദിയമോൾ ഇവിടെ തന്നെ കിടന്നാ മതി. വേഗം കിടന്നുറങ്ങിക്കൊള്ളണം. എന്റെ ചേച്ചിക്ക് ഗെയിം കളിക്കാനാ? ഗെയിമോ? അതൊക്കെ ഞാൻ എന്നേ നിർത്തി. അപ്പൊ ചേച്ചി അറിഞ്ഞോണ്ടല്ല അത് ചെയ്യണേ. എല്ലാം യക്ഷിന്റെ പണിയായിരിക്കും. ഉറങ്ങിയായിരുന്നു. പാദസരത്തിന്റെ ശബ്ദം കേട്ട് എണീറ്റതാ. അവൾ ഈ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിട്ടുണ്ട്. ഇല്ല, പാദസരത്തിന്റെ സൗണ്ട് ഞാനും കേട്ടതാ. ഓടുന്നു. ചേച്ചി റൂമിലുണ്ട്, വന്നോക്ക്. നോക്ക്. ശ്വാസം കൊടുക്കുന്ന സൗണ്ടില്ലല്ലോ. അമ്മ ലൈറ്റ് വന്നിട്ടേ. ഇനി ആ പുതപ്പ് കിടന്ന് മാറ്റിക്കേ. ഞാൻ പറഞ്ഞില്ലേ, ദേവു തന്നെ മേളിലോട്ട് കയറി പോയത്. നമുക്ക് പോയോക്കാം. ചേച്ചി ഡാൻസ് തുടങ്ങി. ഇത് ബാധ കയറിയതല്ലേ? അത് പക്ഷെ തലയിൽ അച്ചിങ്ങാണത്. ഇത് ബാധ. അയ്യോ, എണീറ്റോ? ദാ കുടിക്ക്, ക്ഷീണം മാറട്ടെ. അമ്മ, ശരിക്കും ഇന്നലെ എന്താ നടന്നത്? എനിക്കൊരു ഓർമ്മ കിട്ടുന്നുണ്ടാവില്ലല്ലേ? വലിയൊരു കഥയല്ല, എല്ലാത്തിനും തുടക്കം കുറിച്ചത് നീയും. ഞാനോ? ഞാനെന്ത്? അത് നീ മറക്കാൻ സാധ്യതയില്ല. ഓർമ്മയില്ലേ ദ ഡാർക്ക് വേൾഡ് എന്ന വൈഫൈയും അതിനായി നീ കളിച്ച ഗെയിമും? ആ, ഇപ്പൊ ഓർമ്മ വന്ന്. പക്ഷെ ഞാൻ അതിനുശേഷം പിന്നെ കളിച്ചിട്ടില്ല.
എന്നിട്ട് ദിയ പറഞ്ഞല്ലോ പിറ്റേന്ന് രാത്രി നീ ഫോൺ നോക്കിയിരിക്കായിരുന്നു എന്ന്. ആ അത് നോക്കി, പക്ഷെ വൈഫൈ കാണാത്തോണ്ട് ഞാൻ കിടന്നുറങ്ങി. ഓ അത് ശരി. പക്ഷെ അന്ന് രാത്രിയിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ സേവ് ചെയ്ത് വെച്ച് 2 ലക്ഷം രൂപ പോയി. അയ്യോ അതെങ്ങനെ? എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജൊക്കെ നീ കണ്ടിട്ടില്ലേ? അനാവശ്യമായിട്ട് വരുന്ന മെയിലോ ലിങ്കുകളോ ഒന്നും ഓപ്പൺ ആക്കരുതെന്ന്. ആ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, പക്ഷെ അതിലേറെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമല്ലേ നീ ചെയ്തത്. പരിചയമില്ലാത്ത വൈഫൈ ഒക്കെ കണക്ട് ചെയ്യുക, കണ്ണിൽ കണ്ട ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, കളിക്കുക. അതുവഴി ഹാക്കേഴ്സിന് ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ കയറാം, ഡേറ്റാസ് ചോർത്താം, വരുന്ന മെസ്സേജുകൾ എടുക്കാം. അപ്പൊ ആ ക്യാഷ്? അതെ, അതങ്ങനെ തന്നെ പോയത്. പപ്പ കേസ് കൊടുത്തിട്ടുണ്ട്, കിട്ടുമെന്നറിയില്ല. അമ്മ സോറി, ഞാൻ ഇത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. അപ്പൊ മൊബൈൽ പ്രേതം ചെയ്തേ? പ്രേതം ഇവിടെ ഭൂമി തന്നെ പ്രേതമില്ല, പിന്നല്ലേ മൊബൈലില്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൊബൈലിൽ നിന്ന് പ്രേതം ഇറങ്ങി വരുന്നത്? ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ സ്വപ്നത്തിൽ കണ്ട അത് സ്വപ്നം മാത്രം, അത് സത്യമല്ല. അമ്മ എന്താ പൈസ പോയ കാര്യം എന്നിട്ട് ഞങ്ങളോടൊന്നും പറയാത്തത്? മനഃപൂർവ്വം പറയാത്തതാ, അത് പോയ വഴിയൊന്നും അറിയാൻ. അങ്ങനെ ആ വഴിയൊന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ് യാദൃശികമായിട്ട് ദേവ് പഠിക്കാൻ യൂസ് ചെയ്യുന്ന മൊബൈലിൽ ഒരു മെസ്സേജ് വന്നെടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മൊബൈൽ പരിശോധിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇതുവരെ കാണാത്ത ഏതൊക്കെയോ ആപ്പുകളും ഗെയിമുകളും. ചില ഗെയിംസ് കണ്ടാൽ ഒറിജിനലാന്ന് തോന്നും, പക്ഷെ എല്ലാം ഫേക്കാ. അവസാനം എനിക്കത് മനസ്സിലായി, ആ 2 ലക്ഷം പോയ വഴി. ദേവുവിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി മാറ്റിവെച്ച ക്യാഷ് ആയിരുന്നു അത്. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ സേവ് ചെയ്തത്. സോറി അമ്മ, എല്ലാം എൻ്റെ തെറ്റാ, എന്നോട് ക്ഷമിക്കണം. ദേവു, പോയത് നിന്റെയും കൂടെ ക്യാഷാ, അത് നീ ഓർക്കണം. മൊബൈൽ കളിയൊക്കെ ആവശ്യത്തിന് നല്ലതാ, പക്ഷെ ഇതുപോലെ കൈവിട്ട കളി കളിച്ചാൽ ക്യാഷ് പോയ പോലെ ആവില്ല, തിരിച്ചെടുക്കാൻ കഴിയില്ല. നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചേച്ചിക്ക് കറങ്ങിട്ട് കാര്യമൊന്നുമില്ല, പോയത് പോയി. അയൽവക്കത്തെ വൈഫൈ ഹാക്ക് ചെയ്യാൻ പോയിട്ട് ഇപ്പൊ സ്വന്തം മൊബൈൽ ഹാക്കായി. അല്ലമ്മ, അപ്പൊ നമ്മൾ രാത്രി കണ്ടതൊക്കെ എല്ലാം ദേവു തന്നെ. ആ ഹാക്കേഴ്സ് കൊടുക്കുന്ന ഓരോ ടാസ്ക് ആയിരുന്നു അതൊക്കെ, അവളുടെ ശ്രദ്ധ മൊബൈലിൽ നിന്ന് മാറ്റാൻ. അപ്പൊ ഈസി ആയിട്ട് ഹാക്കിംഗ് നടക്കുമല്ലോ, അതിനായിരുന്നു ചെലങ്കയും ഡാൻസും ഒക്കെ. ഓ അതിന് വൈഫൈക്ക് വേണ്ടി ചേച്ചി എന്തും ചെയ്യുന്നവർക്ക് മനസ്സിലായി കാണും, അതാ. ആ പോയ പൈസ തിരിച്ചു കിട്ടു അമ്മ? ആ പപ്പ അതിന്റെ പുറകെ ഉണ്ട്, നോക്കാം നമുക്ക്. അല്ല, എന്തിയാ നിങ്ങളുടെ ചേച്ചി? ചേച്ചി അകത്ത് കരഞ്ഞോണ്ടിരിപ്പുണ്ട്, നല്ല കുറ്റബോധമുണ്ട് ചേച്ചിക്ക്. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ദേവു ചേച്ചി വീണ്ടും പഠിത്തം തുടങ്ങി. ഞാനും ദിയും പിന്നെ പഴയ പോലെ ഓരോ വികൃതികളൊക്കെ ഒപ്പിച്ച് അങ്ങനെ പോകുന്നു. പിന്നെ പപ്പയുടെ പോയ 2 ലക്ഷം, അതെന്തായോ ആവോ. പപ്പയമ്മയല്ലേ ആൾക്കാര്, അതെങ്ങനെയെങ്കിലും അവര് തിരിച്ച് പിടിച്ചിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഹലോ. ഹലോ, എന്തായി? ഒരുവിധം എല്ലാം സെറ്റാ, പഠിത്തം തുടങ്ങി വീണ്ടും. സംശയമൊന്നുമില്ലല്ലോ? എന്ത് സംശയം, ഒരു സംശയമില്ല. ഇതേതാ വൈഫൈ, ഫുൾ സിഗ്നൽ ഉണ്ടല്ലോ. ഇനി നമ്മളറിയാതെ അമ്മ വേറെ വൈഫൈ വെച്ചോ? പിന്നെ അമ്മ ചിലപ്പോ മോളത്തെ വീട്ടുകാരുടെ ആയിരിക്കും.
You guys are looking for a Wi-Fi.